2056 ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ഇതുവരെ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതിൽ രണ്ടെണ്ണേ ആളെ കൊല്ലാൻ വേണ്ടി പൊട്ടിച്ചിട്ടുള്ളൂ. ഹിരോഷിമയിലും നാഗസാക്കിയിലും. ഇതിലേറ്റവും കൂടുതൽ ആറ്റം ബോംബ് പൊട്ടിച്ച ആൾക്കാരാണെന്നറിയോ? അമേരിക്ക 1032. തൊട്ടുപുറകെ തന്നെ റഷ്യ ഉണ്ട് 715. ബാക്കിയുള്ളത് ഫ്രാൻസ് 210, UK ഒരു 45, ചൈന ഒരു 45, ഇന്ത്യ ഒരു 3, പാകിസ്ഥാനും 2, നോർത്ത് കൊറിയ 6. ഈ എക്സ്പ്ലോഷൻസ് നടത്തുന്നത് എവിടെയാണ്? ഭൂമിയിൽ മാത്രമല്ല, ശൂന്യാകാശത്തും. USSRന് ഒരു പദ്ധതി ഉണ്ട്, വളരെ സമാധാനപരമായിട്ടുള്ള ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് നടത്തണം എന്നുള്ളൊരു പദ്ധതി. അതിൻ്റെ ചില താട്ടാക്കങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക, എന്തെങ്കിലും സ്ഥലത്ത് കുഴിക്കണമെങ്കിൽ ഒന്ന് ബോംബ് പൊട്ടിച്ചാൽ മതിയല്ലോ, എളുപ്പമല്ലേ? മാത്രമല്ല, കൃഷിയൊക്കെ നടത്തണമെങ്കിൽ കുഴുത് മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബോംബ് അങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ, ന്യൂക്ലിയർ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിലും ശരിയായി കിട്ടില്ല, എളുപ്പമല്ലേ? 1961 സോവിയറ്റ് യൂണിയൻ പൊട്ടിച്ച്. എന്താണെന്നറിയാം? സാർ ബോംബ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹിരോഷിമ നാഗസാക്കിയിലൊക്കെ പൊട്ടിയതില്ലേ, ആ ബോംബിനേക്കാളും 3000 ഇരട്ടി പവറുള്ള പൊട്ടിക്കലായിരുന്നു. അതിൻ്റെ അനുരണങ്ങളെ, പ്രകമ്പനങ്ങളെ, ജനനികളൊക്കെ തകർത്ത് കളഞ്ഞു. 900 കിലോമീറ്റർ ദൂരമുള്ള ജനനികളുടെ കാര്യം പറഞ്ഞത്. മാത്രമല്ല, മില്യൺസ് ഓഫ് ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തും അവരിത് അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ റേഡിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് ആകാശത്ത് വെച്ചാൽ പൊട്ടിച്ചത്. എന്നാൽ ജനങ്ങളെല്ലാവരും ബാധിച്ചപ്പോൾ ലോകം ഇടപെട്ട് 1963 ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇനി മേലാൽ ആകാശത്തുള്ള പൊട്ടിക്കൽ വേണ്ട, അണ്ടർഗ്രൗണ്ടിലെ പൊട്ടിക്കലും മതി. 1996 ഇത് നിലവിൽ വന്നു. പലരും പൊട്ടിക്കൽ ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ. അവനൊരു പ്രശ്നം ഇതിലുണ്ട്. നോർത്ത് കൊറിയ ഇപ്പോഴും പൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആരും സമ്മതം ചോദിക്കാതെ എന്ന് പറഞ്ഞു.